സ്വാമിയേ ശരണമയ്യപ്പ. കലിയുഗ വരുന്ന ധർമ്മശാസ്താവ് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹീതമായ ചൈതന്യം ദളങ്ങളായി വിടർന്ന് വിരിഞ്ഞു നിൽക്കുന്ന വേമ്പനാട് കായലിലെ കുഞ്ഞോളങ്ങൾ പോലും ശരണം വിളിക്കുന്ന പെരുന്തുരുത്ത അഞ്ചതൈക്കൽ ശ്രീ അയ്യപ്പങ്കാവ് അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിൽ 20ാമത് ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ചടങ്ങുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്നത്തെ സായം സന്ധ്യകളിലാണ് നൂറുകണക്കിന് ഭക്തജന മനസ്സുകളുടെ ചുണ്ടുകളിൽ ശരണമന്ത്രങ്ങളും നാരായണ മന്ത്രങ്ങളും വിടരുന്ന പുണ്യമായ മുഹൂർത്തങ്ങളിലാണ് കായിക പ്രതിഭ കുമാരി ഷീൽഡ പുരുഷോത്തമൻ അഞ്ചതൈക്കൽ അവരുകൾ ആദ്യ ദീപം ഭദ്രദീപ പ്രകാശനം തെളിച്ചു കഴിയുമ്പോൾ ഈ കായലോര ഗ്രാമത്തിന്റെ മനസ്സുകളിലേക്ക് ശരണമന്ത്രങ്ങൾ വിടരുന്ന പുണ്യമായ പെരുന്തുരുത്ത അഞ്ചതൈക്കൽ ശ്രീ അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിലെ ആ മനോഹരമായ സപ്താഹ മണ്ഡപത്തിൽ കലിയുഗകാലം ഈ വർത്തമാനകാല സമയങ്ങളിൽ ഭക്തജന മനസ്സുകളുടെ ഉള്ളു തേങ്ങുന്ന പ്രാർത്ഥനകൾ കേട്ട് അനുഗ്രഹം ചെയ്യുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര കഥകൾ പാരായണങ്ങളായി പ്രഭാഷണങ്ങളായി സൽസംഗമങ്ങളായി ഭക്ത മനസ്സുകളുടെ ഹൃദയങ്ങളിലേക്ക് തീർത്ഥം തെളിക്കുന്ന അനുഗ്രഹീതമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ എല്ലാ ഭക്തജന മനസ്സുകളെയും പെരുന്തുരുത്ത അഞ്ചതൈക്കൽ ശ്രീ അയ്യപ്പങ്കാവ് അയ്യപ്പ സ്വാമിയുടെ ആ പൊന്നങ്കണത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഭഗവാന്റെ തിരുസന്നിധിയിലെ പൂരം ഉത്ര മഹോത്സവം ജനുവരി 18-19 തീയതികളിലാണ്. 19ാം തീയതിയാണ് ഭഗവാന്റെ തിരുസന്നിധിയിലെ ഉത്ര മഹോത്സവത്തിന്റെ സന്ധ്യയിൽ ഗാനമേള. പെരുന്തുരുത്ത അഞ്ചതൈക്കൽ ശ്രീ അയ്യപ്പങ്കാവ് അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിലെ 20ാമത് ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ചടങ്ങുകളിൽ പൂരം ഉത്തര മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ ഭക്തജന മനസ്സുകളെയും ഭക്തി ആദരവുകളോടെ വേമ്പനാട് കായലിന്റെ കുഞ്ഞോളങ്ങൾ ശരണം വിളിക്കുന്ന പ്രകൃതി കൊണ്ട് അനുഗ്രഹീതമായ ആ കായലോര ഗ്രാമത്തിന്റെ ശരണം വിളികൾ ഉയരുന്ന തിരുസന്നിധി പെരുന്തുരുത്ത അഞ്ചതൈക്കൽ ശ്രീ അയ്യപ്പ സ്വാമിയുടെ പൊന്നങ്കണത്തിലേക്ക് ഭഗവത് നാമധേയത്തിൽ ക്ഷണിക്കുകയാണ്, അറിയിക്കുകയാണ്.